ഇതിൽ നമുക്കറിയാം CPM-നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പോലും വിമതരുണ്ട് എന്നുള്ളത് അതൊരു വെല്ലുവിളിയായി പാർട്ടി കാണുന്നുണ്ടോ? ഇപ്പോൾ ഇന്ന് പോലും നമ്മൾ കേൾക്കുന്ന മറ്റ് ചില ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനം എന്തുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മത്സര രംഗത്തേക്ക് ഇറക്കാത്തത്? പ്രചാരണ രംഗത്ത് പോലും കണ്ടില്ല, മേയറായിരുന്നല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ആത്മവിശ്വാസക്കുറവ് LDF-നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഒപ്പം UDF-നെ സംബന്ധിച്ച് അവർ തുടക്കത്തിൽ തന്നെ ഏറ്റവും ആദ്യം തന്നെ അവരുടെ മത്സര രംഗത്തേക്ക് അവർ കോപ്പുകൂട്ടി ഇറങ്ങിയതാണ് നമ്മൾ കണ്ടു. പക്ഷേ BJP-യെ സംബന്ധിച്ചും അവരും വളരെ പ്രചാരണ രംഗത്തൊക്കെ വളരെ ചടുലമായ രീതിയിലാണ്. പക്ഷേ അവർക്കുമുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ, ആത്മഹത്യകൾ, ഒപ്പം തന്നെ ചില അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അവരുടെ പ്രാദേശിക നേതാക്കൾ, കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്കുള്ള നേതാക്കളുടെയൊക്കെ പേരുകൾ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈ വിവിധ വിഷയങ്ങൾ പാർട്ടികൾക്ക് പ്രശ്നമാകുന്നത്? ശ്രീജിത്ത്. അനുജ, തിരുവനന്തപുരം നഗരസഭയിൽ LDF-നും UDF-നും വിമത സ്ഥാനാർത്ഥികളുണ്ട്. 5 വാർഡുകളിലാണ് UDF-നും 5 വാർഡുകൾ വീതമാണ് LDF-നും UDF-നും വിമതന്മാരുള്ളത്. LDF-ന്റെ വിമതന്മാരിൽ ദേശാഭിമാനിയുടെ തിരുവനന്തപുരത്തെ മുൻ ബ്യൂറോ ചീഫ് ശ്രീകണ്ഠൻ ഉള്ളൂരിൽ മത്സരിക്കുന്നു. ഒപ്പം വാഴോട്ടുകോണത്ത് VK മോഹനൻ മത്സരിക്കുന്നു. കാറ്റാടിയിൽ നെട്ടയം സതീഷ് കുമാർ മത്സരിക്കുന്നു. വിഴിഞ്ഞത്ത് മുൻ കൗൺസിലർ റഷീദ് മത്സരിക്കുന്നു. അങ്ങനെ 5 വിമതന്മാർ LDF-നുണ്ട്. UDF-നും 5 വിമതന്മാരുണ്ട്. പൗണ്ടുകടവ് വാർഡിൽ ലീഗ് മത്സരിക്കുന്നിടത്ത് അവിടെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് സുധീഷാണ് കോൺഗ്രസിനെ പ്രതികരിച്ച് വിമതനായി മത്സരിക്കുന്നത്. എന്തായാലും വിമതശല്യം LDF-നും UDF-നും ഉണ്ട്. BJP-ക്ക് മാത്രമാണ് വിമത സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത്. എന്നാൽ അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയും തൊട്ടുമുമ്പുണ്ടായ 2 ആത്മഹത്യകൾ BJP-യുടെ സാധ്യതകളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ. കാരണം അവർ വലിയ തോതിൽ പ്രചാരണ കോലാഹലങ്ങളുമായി ആദ്യം തന്നെ പ്രചാരണത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും ഈ ആത്മഹത്യകളും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ഒക്കെ തന്നെ BJP-യെ ബാധിച്ചു. അതൊന്നും ബാധിക്കാതിരിക്കാനുള്ള കഠിന പരിശ്രമമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നത്. നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നു, മറ്റ് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ വ്യാപകമായ ഒരു പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് വലിയ കോലാഹലങ്ങളാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ BJP-ക്ക് ഒരു പ്രതീക്ഷയുണ്ട്. LDF-നും വിജയത്തിൽ കുറഞ്ഞും പ്രതീക്ഷിക്കുന്നില്ല. അവർ 55 സീറ്റിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. അതാണ്. അങ്ങനെ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തോടെ പോരാട്ടം നടത്തുന്ന ഒരു ഇടമാണ് തിരുവനന്തപുരം. തലസ്ഥാനം ആര് പിടിക്കും എന്നുള്ളതറിയാൻ ഉറ്റുനോക്കുകയാണ്. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ ഇനി ഏതാനും മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. വിവിധ ഇടങ്ങളിൽ അവസാനവട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് മുന്നണികൾ. വിവിധ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇത്തവണ തലസ്ഥാനത്തേക്ക് എല്ലാ നേതാക്കളും എത്തിച്ചേർന്നു എന്നുള്ളതും തലസ്ഥാന ജില്ലയുടെ പ്രത്യേകതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.